എനിക്ക് കുറച്ച് തായ്ലൻഡിനെ പറ്റി പറയാനുണ്ട്. പറഞ്ഞിട്ട് ഞാൻ തായ്ലൻഡ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, തായ്ലൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ കൂടി എറണാകുളത്തെ കൂടിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് ഫുക്കറ്റ്, പിന്നെന്താ പട്ടായ, അങ്ങനെയൊക്കെ പട്ടായ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അവിടുത്തെ ലൈഫിലോട്ട് പോകുമ്പോൾ കാര്യം മാറും. അതായത് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റുകളുണ്ട്. വാക്കിംഗ് സ്ട്രീറ്റ് മാത്രമൊന്നുമല്ല, അവിടെ ഒരുപ്പെട്ട നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഒരുപ്പെട്ട സ്ട്രീറ്റ്സ് എല്ലാം ആക്റ്റീവ് ആകും. പിന്നെ ബീച്ച് സൈഡിലുള്ള സ്ട്രീറ്റ്സ് എല്ലാം ആക്റ്റീവ് ആകും. പിന്നെ നമ്മുടെ കൊച്ചി എറണാകുളം പറയാൻ പറ്റില്ല, അത് നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് ചെന്ന പോലെ ആയി പോകും. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കണ്ട് നോക്കാം, അപ്പം മനസ്സിലാവും. പിന്നെ അവിടുത്തെ ആളുകളെ പറ്റി പറയാനാണെങ്കിൽ അവിടുത്തെ ആളുകൾ എന്തുവാ, നമുക്ക് ഇന്ത്യക്കാരെ അവർക്ക് പൊതുവെ ഇഷ്ടമല്ല. ഞാൻ പല വീഡിയോസും നമ്മൾ പോകുന്നതിന് മുമ്പ് കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്യുമല്ലോ, അതിൽ പലതിലും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഇന്ത്യക്കാരോട് വലിയ ഇഷ്ടമില്ല, കാര്യമില്ല എന്നുള്ളത്. അത് ശരിക്കും ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഫീൽ ചെയ്തു. അങ്ങനെ നമ്മളോട് ഭയങ്കര റൂഡായിട്ടാണ് എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഭൂരിഭാഗം ആൾക്കാരും നമ്മളോട്, അത് ഇന്ത്യക്കാരായതുകൊണ്ട്. കാരണം ഇപ്പൊ നമ്മളെ കഴിഞ്ഞിട്ടാണ് കുറച്ച് വെള്ളക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യക്കാരോ വരുന്നതെങ്കിൽ അവർ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവർക്കും കൊടുക്കും. നമ്മളും സെയിം സർവീസ് കിട്ടാൻ വേണ്ടി സെയിം പൈസ പേ ചെയ്തിട്ട് നമ്മൾ പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല, നമ്മളെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് സർവീസ് കൊടുക്കുന്ന ഒരു രീതിയാണ് അവിടെ കൂടുതലും കാണുന്നത്. കാരണം എനിക്കറിയാൻ പാടില്ല ഇന്ത്യക്കാർ കൂടുതൽ അവിടെ ചെല്ലുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യനെ പറ്റി ഒരു നമുക്ക് മുന്നേ അവിടെ ചെന്നവരുടെ ബിഹേവിയറൽ അതുകൊണ്ട് കേട്ടോ, നമ്മളെ ഇന്ത്യക്കാര് നമുക്ക് മുമ്പ് ചെന്നവരുടെ ബിഹേവിയർ അങ്ങനെ ബാഡ് ആവുന്നത് കൊണ്ടും നമ്മളെ ഇഷ്ടമല്ലാതെ മാറുന്ന പല ഇതുണ്ട്. അത് UK-ലാണെങ്കിലും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ ഇന്ത്യക്കാരുടെ കയ്യിലിരിപ്പാണെന്നും കൂടി പറയാം, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്നാലും എല്ലാവരും അങ്ങനെയല്ല, ഡീസെന്റ് ആയിട്ട് പോയി വരുന്നവരുണ്ട്, ഡീസെന്റ് ആയിട്ട് പോയി വരുന്നവരെയും കൂടി അത് ആ ഒരു ബിഹേവിയർ ബാധിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ വേറൊരു റേസിസം കൂടി ഉണ്ടാവും അതിനകത്ത്. കാരണം തൊലി വെളുത്തവരോട് കുറച്ച് കൂടുതൽ ഇത് കാണിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടാകും. അത് ഓരോ രാജ്യക്കാരുടെ നമ്മള് ആദ്യമായിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ച ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡ് അടിപൊളിയായിരുന്നു. അമ്മച്ചോട് ചെന്ന് പറഞ്ഞു. അപ്പോ ആ കടയുടെ ഓണർ, അത് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ആ ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ട് അമ്മച്ചിക്ക് മൈൻഡില്ല, നമ്മളെ നമ്മള് അവിടെ ചെന്ന് പൈസ കൊടുത്ത് ഫുഡ് കഴിക്കാനിരുന്ന സ്ഥലമാണ്. എന്നിട്ട് അമ്മച്ചിയുടെ ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളോട് ഇറങ്ങി പോകണം, അത് നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവരുടെ മുഖത്ത് അതുണ്ട്. അതല്ല, പക്ഷെ ഞാൻ നല്ലതാന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു 2 വൈറ്റ്സ് അവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവരും സെയിം ഡയലോഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുഡ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അവരോട് ഭയങ്കരമായിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ കൈകൾ കൂപ്പി. നമുക്കിവിടെ മുന്നിൽ കൈ കൂപ്പാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമുക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു. അപ്പം അത് നമ്മൾ പുള്ളിക്കാരിനെ കോംപ്ലിമെന്റ് ചെയ്തതാണ്. എന്നിട്ടും പുള്ളിക്കാരിക്ക് നമ്മളോടൊരു പട്ടി മൈൻഡായിരുന്നു. അത് ശരിക്കും അതൊരു തൊലിയുടെ ഇതാണ്. കാരണം അവര് കഴിച്ച ഫുഡിനേക്കാളും കൂടുതൽ ഫുഡ് നമ്മൾ കഴിച്ചു, കൂടുതൽ പൈസയും അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ടും അതൊരു റേസിസം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കാരുടെ ബിഹേവിയർ അവർക്ക് ചില നേരത്ത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം കുറെ ആൾക്കാര് നമ്മളിവിടെ ഇന്ത്യയിൽ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചറും അവിടുത്തെ മാനേഴ്സ് ഒക്കെ അനുസരിച്ച് നമ്മൾ പെരുമാറാൻ നോക്കണം. പക്ഷെ നമ്മൾ ഇവിടെ എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ അവിടെ നടക്കുന്നത് അത് അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഇവിടെ നടക്കുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് ചിലത് ഹോട്ടലിൽ ചെന്നപ്പോ ഞങ്ങൾക്ക് അത് മനസ്സിലായി. പല ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ കണ്ടാണ്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാല് ഇന്ത്യക്കാരുള്ളിടത്ത് ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. അതെ, വേറെ തിരിച്ചാണ്. അത് ചില സ്റ്റാൻഡേർഡ് ഹോട്ടലുകൾ അങ്ങനെയാണ്. അതായത് ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ അവിടെ താമസിക്കുന്നത്. ഫോറിനേഴ്സ് ആണെങ്കിൽ ഫോറിനേഴ്സ് മാത്രം. നമ്മൾ ഫസ്റ്റ് താമസിച്ച സ്ഥലത്ത് മാത്രം മിക്സ് ആയിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഹോട്ടൽസ് എല്ലാം ഇന്ത്യക്കാർ മാത്രം, ഇന്ത്യൻ ഫുഡ് മാത്രം. അതെ, നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ അവിടെ വെച്ചിരുന്നത്
ഇന്ത്യൻ ഫുഡ് മാത്രം. എന്താണ് ഉപ്പുമാവും ചോറും. അല്ല, ഞങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, കാരണം ഇന്ത്യൻ ഫുഡ് വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു, അങ്ങനത്തെ ഫുഡാണ്. അബദ്ധം അത് തന്നെ. അതുകൊണ്ടാണ് ഞങ്ങള് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് മതി എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അത് പറ്റത്തില്ല, അത് അവർക്ക് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്തേക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ത്യക്കാർക്ക് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നിരിക്കുന്നതിനേക്കാൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ശരിക്കും നമ്മള് ആ ഏജൻസി പറ്റിച്ചു പണിയാ, കാരണം അവരാണ് നമുക്ക് ഇന്ത്യൻ ഫുഡ് വേണം എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അത് ഹോട്ടലുകാരുടെ കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മോസ്റ്റ്ലി അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു സൈറ്റ് സീൻ ചെന്നിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ ലഞ്ച് വിത്താണ് ആ പാക്കേജ് വരുന്നത്. അപ്പോൾ ലഞ്ച് വിത്തുള്ള പാക്കേജിലെല്ലാം നമ്മൾ നാഷണാലിറ്റി ഇന്ത്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് വിടുകയുള്ളൂ. ഇപ്പം നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹമില്ല, നമുക്ക് തായ് ഫുഡോ അല്ലെങ്കിൽ ചൈനീസ് ഫുഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ട്, ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവർ അതിന് അനുവദിക്കില്ല. അവർ നമ്മളെ ഇന്ത്യൻ ഫുഡുള്ള കഫേയിലേക്കോ റെസ്റ്റോറൻറ്റിലേക്കോ വിടത്തുള്ളൂ. അത് ഭയങ്കര ഒരു മോശം എക്സ്പീരിയൻസാണ് ശരിക്കും നമുക്കുണ്ടായി. അത് മാത്രമല്ല, ഫുഡാണെങ്കിൽ പറ്റേ അബദ്ധം. ഞങ്ങൾ തായ്ലൻഡ് ഫുഡിനെ പറ്റിയല്ലോ കേട്ടോ പറയുന്നത്, ഇന്ത്യൻ ഫുഡ് അവിടെ നിന്ന് കിട്ടുന്ന ഇന്ത്യൻ ഫുഡുകൾ. അതായത് ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വേർതിരിച്ച് കാണുന്ന ഒരു മനോഭാവവും അവിടുത്തെ ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറഞ്ഞത്. അത് ഫുഡ് മോശമാണല്ല, ഇന്ത്യൻ ഫുഡ് മോശമാണ്, തായ്ലൻഡ് ഫുഡിനെ പറ്റിയല്ല. തായ്ലൻഡ് ഫുഡല്ല. ഞങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്, ഇന്ത്യക്കാർക്ക് അവിടെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായതും ഞങ്ങൾ കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഞങ്ങളോട് മാത്രമാണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഞങ്ങൾ അത് ഒന്ന് ഒബ്സർവ് ചെയ്തു, എല്ലാവരോടും അവരെങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് കാണിക്കുന്ന പോലെ തന്നെ ബാക്കിയുള്ള ഇന്ത്യക്കാരോട് കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോയില് ചിലവരൊക്കെ പറയുന്നത് സത്യമാണെന്ന് ശരിക്കും ഞങ്ങൾക്ക് തോന്നിയ കാര്യത്തില് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എന്താണ് റീസൺ എന്ന് നമുക്ക് മനസ്സിലായി. അതെ, ആരും അങ്ങനെ റീസൺ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ ഇന്ത്യക്കാരോട് താല്പര്യമില്ലാത്ത പോലെയാണ് അവർ പെരുമാറുന്നത് എന്ന് മാത്രം ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയില്. ചെന്നപ്പോഴാണ് റീസൺ മനസ്സിലായത്. ഒന്ന്, റേസിസം നന്നായിട്ടുണ്ട്, പിന്നെ രണ്ട്, ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഇന്ത്യക്കാര് ബിഹേവ് ചെയ്യുന്നതല്ലേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളത്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, ചിലവര് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവിടെ നടക്കുന്നതിനേക്കാളും നന്നായിട്ട് അലമ്പായിട്ടാണ് അവിടെ കാര്യങ്ങൾ വരുന്ന ചില ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് നമ്മളിപ്പോൾ വേറെ രാജ്യത്ത് പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെ രാജ്യക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. അപ്പൊ അതുപോലെ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ ഒക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ക്ലൈമറ്റ് വൈസ് നോക്കുവാണെങ്കിൽ സെയിം കേരള, ചൂടും കാര്യങ്ങളെല്ലാം സെയിം ആണ്. നല്ല ചൂടാണ് അത്യാവശ്യം ഇതുപോലെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് 2 ആഴ്ച കഴിഞ്ഞ് പോയതുകൊണ്ട് അഡാപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ വയ്യ, അത്ര അടിപൊളിയാണ് തായ് ഫുഡ് എന്ന് പറയുന്നത്. അതായത് ഫുഡ് നമുക്ക് പല ക്ലാസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്, അതായത് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു നോർമൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ട്രൈ ചെയ്യാം. ഇനി അതെല്ലാം കുറച്ചുകൂടെ പോഷായിട്ട് കഴിക്കണമെങ്കിൽ ഒരു 3 സ്റ്റാർ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിക്കാം. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് കൂടുന്ന റെസ്റ്റോറൻറ്റ് ചെല്ലും തോറും ടേസ്റ്റ് കൂടിക്കൂടി വരും, അതിൻ്റെ ക്വാളിറ്റി കൂടിക്കൂടി വരും. അതങ്ങനെ തന്നെയാണ്, ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്ട്രീറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ എക്സ്പെൻസീവ് അല്ല, ഭയങ്കര ചീപ്പാണ്. പക്ഷേ സ്റ്റാൻഡേർഡുള്ള ഹോട്ടലുകളിലേക്ക് ചെല്ലുമ്പോൾ ടേസ്റ്റും ക്വാളിറ്റിയും കൂടുന്നതുകൊണ്ട് തന്നെ പൈസയും കൂടും. പക്ഷേ എന്തായിരുന്നാലും ഫുഡ് ഒരു രക്ഷയില്ല. അടിപൊളി ഫുഡ്. നമുക്ക് ചില രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിന് പുറത്തു പോയാലോ നമ്മളിങ്ങനെ വിചാരിക്കൂലോ, ചുമ്മാ അടുത്ത് ഇത്തിരി ചോറും കറിയും കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ എവിടെ ചെന്നാലും ഞാൻ വിചാരിക്കാറുണ്ട്. ഇത് നമ്മൾ UK-ലായിരിക്കും പോലും കുറച്ച് ദിവസം ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ കൊതി വന്നിട്ടുണ്ട്. അത് തന്നെ. എന്നിട്ട് നമ്മൾ മലയാളി റെസ്റ്റോറന്റ് തപ്പിയിറങ്ങും. മലയാള റെസ്റ്റോറന്റ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും. പക്ഷെ തായ്ലൻഡിൽ ചെന്നിട്ട് അങ്ങനെ ഒരു ചിന്ത, തായ് ഫുഡ് ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടേ ഇല്ല. രണ്ടാമത് ഞങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാനുള്ളൊരു ക്രേവിങ്സേ ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ ഫുഡ് കഴിച്ചു. ഹോട്ടലിൽ കാലത്ത് 2 ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ത്യൻ ഫുഡായിരുന്നത് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ സ്ക്രംബിൾഡ് എഗ്ഗും ബ്രെഡുമാണ് കഴിച്ചത്. കാരണം അത്രയും കൊള്ളില്ലായിരുന്നു ഇന്ത്യൻ ഫുഡ്. മോശമായിരുന്നു അവരുടെ ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഭയങ്കരമായിട്ട് വിശന്നിരുന്നു. ഹോട്ടലിന്റെ അരിയത്ത് എല്ലാം ഇന്ത്യൻ റെസ്റ്റോറന്റ്. അപ്പൊ കുറച്ച് നടക്കണമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയി ഞങ്ങൾ മസാല ദോശ കഴിച്ചു. അതും കൊള്ളത്തില്ലായിരുന്നു. അത് മാത്രം ഞങ്ങൾ ഇന്ത്യൻ ഫുഡായിട്ട് കഴിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം തായ് ഫുഡ്. ഞങ്ങൾക്ക് തായ് ഫുഡ് കഴിക്കാൻ ഞാൻ ഭയങ്കര ക്രേവിങ്സ് തോന്നാന്നൊക്കെ പറയില്ലേ, ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും ഇങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നൂല. അതുപോലെ ആയിരുന്നു തായ് ഫുഡ്. കുറച്ച് വാങ്ങിച്ചുണ്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു
അത് ഞങ്ങള് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷവും ബോർഡിങ്ങിന് തൊട്ട് മുന്നേ വരെ തായ് ഫുഡ് കഴിച്ചു. തായ് ഫുഡ് അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി എയർപോർട്ടിലുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതെ, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചാൽ മാംഗോ സ്റ്റിക്കി റൈസിന്റെ അതിന്റെ ഇടയിൽ എവിടെ ഉണ്ട് അത് ഡ്രൈഡ് ആയിട്ടുള്ളത് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അത് തന്നെ അത്രയ്ക്ക് ടേസ്റ്റ്. എന്താ ഫുഡ് ഒരു രക്ഷയില്ല. തായ് ഫുഡ് അത്രയും. അത് തന്നെ ഫുഡിന്റെ കാര്യത്തിൽ ടോപ്പാണ്. പക്ഷെ മോശം ഫുഡും ഉണ്ട്. ഇപ്പൊ സ്ട്രീറ്റിലേക്ക് ചെന്നാൽ നമുക്ക് അത്രയും ക്വാളിറ്റി ഒന്നുമില്ല, ചീപ്പായിട്ട് സാധനം കിട്ടും. അപ്പം സാധനം ചീപ്പാവും തോറും ക്വാളിറ്റിയും ചീപ്പാവും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഫുഡ് കഴിക്കുകയാണെങ്കിൽ സംഭവം സെറ്റാണ്. അതെ. പിന്നെ അവിടുത്തെ സ്ഥലങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുക്കറ്റൊക്കെ നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ ആദ്യം ലാൻഡ് ചെയ്ത് ബാങ്കോക്കിലാണ്. പക്ഷെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല, നേരെ ഞങ്ങള് ഡൊമസ്റ്റിക് എടുത്തിട്ട് ഫുക്കറ്റിൽ പോവാൻ ചെയ്തത്. അപ്പൊ നമ്മൾ പോയ സ്ഥലങ്ങളും നമ്മൾ കഴിച്ച ഫുഡും എല്ലാം ഇറ്റിനറി എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ എല്ലാവരും പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമുക്ക് തായ്ലൻഡിൽ പോകാനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊക്കെ കഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ അത്ര ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ